ഹലോ മക്കളെ, ഷാഡ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗഫൂർ സാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫുകളായിരുന്നു, പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫുകളെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ആ ഗ്രാഫുകൾ രണ്ടെണ്ണം ബാക്കിയുണ്ട്, നമുക്കത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് സിഗ്നം ഫംഗ്ഷൻ എന്ന ഗ്രാഫാണ്. ഈ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫിന് ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും, നമ്മുടെ ഡൊമൈനിൽ ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ, ദാറ്റ് ഈസ് അതിൻ്റെ റേഞ്ചിൽ 1ഉം 0യും -1ഉം ഇതല്ലാതെ വേറൊന്നും വരില്ല. അതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന കാര്യം. ദ ഫംഗ്ഷൻ എഫ് which is defined as r to r, which can be defined as f of x is equal to 1 if the value of x is greater than 1. എക്സിൻ്റെ വാല്യൂ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ഇട്ട് കഴിഞ്ഞാൽ, ഏതൊരു പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും, പോസിറ്റീവ് ആയിട്ടുള്ള ഏത് റിയൽ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് 1 വരികയുള്ളൂ. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയിൽ അത് എന്ത് ചെയ്യും, 0 എന്ന വാല്യൂ തന്നെ പൊസസ് ചെയ്യും. അത് നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പറാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിൽ എക്സ് എന്നുള്ള സാധനം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -1 വരുള്ളൂ. ഇതല്ലാതെ വേറൊരു നമ്പർ എന്തില്ല, അതിൽ വരില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഡൊമൈൻ നമ്മൾ എപ്പോഴും റിയൽ നമ്പർ, അതായത് ഏത് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ടിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നത് എപ്പോഴും എന്താണ്, -1, 0, 1. ഇതല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്യില്ല, വരികയില്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ മക്കളെ ഇത് നോക്കിക്കേ, ഒരു ഹോളാണ് ഇട്ടിരിക്കുന്നത്. ആ ഹോൾ ഇട്ടിരിക്കുന്നതിന് അർത്ഥം എന്താണെന്നറിയോ? ഇവിടെ വരുന്ന സമയത്ത് എന്തല്ല, 1 അല്ല എന്നാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്, -1 അവിടെയും ഒരു ഹോൾ ആയിട്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താ, ഇവിടെ വരുമ്പം, അതായത് y എന്നുള്ളതിന്റെ വാല്യൂ ഇവിടെ എത്തുമ്പം എന്തല്ല, അത് -1 ഇവിടെ ബാധകമല്ല, വരില്ല എന്നുള്ളതാ. നമ്മൾ ഓപ്പൺ ഇന്റർവെല്ലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഇന്റർവെല്ലിൽ പറഞ്ഞാൽ എന്താണ്, ആ നമ്പർ വേണ്ട, അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നൊരു ടേം നമ്മളോട് ചോദിച്ചിരുന്നു. അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക, അതിനെ കണ്ട് ഒഴിവാക്കി വിട്ടുക, പോട്ടെ വിട്ടുകള എന്നൊക്കെ പറയില്ലേ, അതേപോലെ അതെന്തല്ല, ഇവിടെ ഇല്ല. 0 വരുന്നത് എപ്പോഴാ, 0 വരുന്നത് ഇതേൻ്റെ y എന്ന സാധനത്തിന് 0 ഇട്ട് കൊടുക്കുമ്പോഴാണ് എന്തുള്ളൂ, എക്സും 0 വരും. നമ്മുടെ എഫ് ഓഫ് എക്സ് 0 വരുള്ളൂ. അതാണ് എന്ത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ വി ഗോസ് ടു ദ one and only the final function, the graph of the greatest integer function. ഈ ഒരു ഫംഗ്ഷൻ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് ഇവിടെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇതൊന്നുമില്ല, ചെറിയ കുട്ടികൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന പോലെയാ. ഫിസിക്സിൽ നിങ്ങൾ റൗണ്ടിങ് ഓഫ് ദ ഫിഗർ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയോ, ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. The function f from r to r is defined as, അത് എല്ലാത്തിലും അങ്ങനെ തന്നെ കേട്ടോ. അത് ഏത് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, തുടങ്ങുന്ന രാമായണത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല, വരാനില്ല. തുടങ്ങുന്നതിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരാനില്ല. f of x is equal to x such that r is a real number and it is called the greatest integer function. കഴിഞ്ഞിട്ടില്ല, ട്വിസ്റ്റ് ഇവിടെ അല്ല. താഴെ നോക്കൂ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഏറ്റവും വലിയ ഇൻറ്റിജറിലേക്ക് എന്തിനാണ് അതിനാണ്ട് കൊണ്ടുപോകാം, ഏറ്റവും വലിയ ഇൻറ്റിജറിലേക്ക് എത്തിക്കുന്ന ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻറ്റിജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനങ്ങോട്ട് റൗണ്ട് ഓഫ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? അതെ, എല്ലാവരും മനസ്സിലേക്ക്. അതിപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെ വന്നിരുന്നത്, അല്ല അപ്പോഴും ഇതൊക്കെ പഠിക്കാണ്ടായിരുന്നു കേട്ടോ. സി ഹിയർ x denotes the greatest integer less than or is equal to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന നമ്പർ ഏതോ ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന നമ്പർ 0.01ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുക്കുന്ന സമയത്ത് എങ്ങനെയെന്നറിയോ, is equal to വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം, നിർബന്ധ. ആ റൗണ്ട് ഓഫ് ചെയ്യുമ്പം ഒരിക്കലും ഈ അകത്തുള്ള നമ്പർ ഉണ്ടല്ലോ അതിന്റെ വലുത് വരാൻ പാടില്ല. 0.01 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടടുത്ത് 0 ആണ് നമുക്കറിയുന്ന ഇൻറ്റിജർ. ഓക്കെ ഫൈൻ, അത് അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ 1.9 എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത് ഏതാണെന്നറിയോ, 1 2 എടുക്കരുത്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എക്സ്. അത് മനസ്സിലാക്കണം കേട്ടോ, അത് മനസ്സിലാക്കണം. -2.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് -2 എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് -2.8 എന്ന് പറയുന്നതും -2 തമ്മിൽ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. എന്താണ്, ഇതിലേതാ വലുത്?
നമുക്കറിയാം 2.8 ആണ് വലുത്, പക്ഷെ നെഗറ്റീവ് ആകുമ്പോൾ എന്തായി? യെസ്, തിരിച്ചായി. അപ്പോൾ -2 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം -2.8 ചെറിയ നമ്പറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എടുക്കാൻ പറ്റൂ. പക്ഷെ ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പം 2.8 എടുത്തു കഴിഞ്ഞാലും നമുക്ക് 3 എടുക്കാൻ പറ്റൂല. 3 പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് 2 എടുക്കാൻ പറ്റുള്ളൂ. സോറി, ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്താ, ഇവിടെ 2 അല്ല, ഇവിടെ 2 ആണ്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്തായിരിക്കും? -3 എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ. കാരണം എന്താണ്? -2.8 ചെറിയ നമ്പറെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇതിനകത്ത് ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. സി, -2.8, -2. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഇതിൽ വലിയ നമ്പർ വരുന്നത് -2 ആണ്. അതുകൊണ്ടാണ് എന്ത്, ഇവിടെ -2 നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ടാണ് -3 എടുക്കുക. ഇപ്പം സിമിലർ ആയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു നമ്പർ ഉള്ളത് -4.8. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 5 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നോക്കാം. റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ? റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ? അതെ, -4 എന്ന് പറഞ്ഞാൽ ഇവിടെ, -5 എന്ന് പറഞ്ഞാൽ ഇവിടെ, -4.8 പറഞ്ഞാൽ ഇവിടെയാണ് വരിക. യെസ്, നമുക്കിതിനെ -5ലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കതിനെ -4ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം -4.8 is less than -4. കാരണം എന്ത് ചെയ്യണം? ഇതിനേക്കാളും ഒന്നുകിൽ ഇതോ അല്ലെങ്കിൽ ഇതിൽ ചെറുതോ ആയിട്ടുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 4.8 ആണെങ്കിൽ ചിലവർ വിചാരിക്കും നമുക്കിതിനെ 5 ആക്കാം. ആക്കാമോ? ആക്കിക്കൂടാ. അത് മൊട്ടത്തെറ്റ്. നമുക്ക് 4 എടുക്കാൻ പറ്റൂ. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ചെറിയൊരിതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൊടുക്കാൻ പറ്റൂ. അതാണ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. മനസ്സിലായി? ഇത് എന്ത് ഇത് മക്കളെ എല്ലാവരും മനസ്സിൽ വെക്കുക. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ മനസ്സിൽ അത് ഓർത്ത് വെക്കണം. നമ്മൾ ഏതൊരു റിയൽ നമ്പർ നമ്മൾ ഡൊമൈൻ എടുത്താലും, ഏതൊരു റിയൽ നമ്പർ എടുത്താലും, 1500 എടുത്താലും, 10,000 എടുത്താലും, 10,001 എടുത്താലും, 10,001.5 എടുത്തു കഴിഞ്ഞാലും, ഏത് റിയൽ നമ്പർ എടുത്താലും കിട്ടുന്ന ഉത്തരം ഇൻറ്റിജർ മാത്രമായിരിക്കും. ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതാണെന്ത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. നമ്മൾ ഡൊമൈനിൽ ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റേഞ്ചിൽ നമുക്ക് ആകെ കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, ഇൻറ്റിജർ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണെന്ത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മൾ പഠിക്കുന്ന 7 ഗ്രാഫുകൾ. ഈ 7 ഗ്രാഫുകളിൽ എന്തായാലും ഒരു ഗ്രാഫ് നമുക്ക് ബോർഡ് എക്സാമിൽ നമുക്ക് ചോദിക്കും. അതിനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നതിന് മുന്നേ ഗ്രാഫുകൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക? എല്ലാവരും ഇരുന്ന് പഠിക്കുക, മറക്കരുത്. ഇത് എളുപ്പമാണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്രയ്ക്ക് ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ സാധനം മാത്രം എന്ത് ചെയ്യാം? അതേപോലെ ഗ്രാഫും അതിൻ്റെ എക്സ്പ്ലനേഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചോദിക്കുമ്പോൾ നമ്മൾ എഴുതിയേ പറ്റൂ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടത് നമ്മൾ കണ്ടത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഫസ്റ്റ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് എന്തായിരുന്നു? നമ്മൾ പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെ ലാസ്റ്റത്തെ 2 ഫങ്ഷൻസ് വളരെ ഭംഗിയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും മക്കളെ നമ്മളെല്ലാവരും അത് തറോ ആക്കണം. ബൈഹേർട്ട് ചെയ്യണം എന്നല്ല, അതിനെ മനസ്സിലാക്കണം, അതിനെ നമ്മൾ മനസ്സിരുത്തി പഠിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അത് വെച്ചുകൊണ്ടിരിക്കരുത്. മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക, ഹോംവർക്ക്സും ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ മാക്സിമം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വർക്കൗട്ട് ചെയ്യുക, സോൾവ് ഔട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു.